പ്രിയമുള്ളവരെ, റാഫിയടൂരാണേ. ഞാനിപ്പോൾ നിൽക്കുന്നത് പുനലൂർ റെയിൽവേ സ്റ്റേഷനിലാണ് കേട്ടോ. തെങ്കാശി വരെ ഒരു അടിപൊളി യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. പുനലൂരിൽ നിന്ന് തെങ്കാശി വരെ 40 രൂപയാണ് കേട്ടോ ട്രെയിൻ ടിക്കറ്റ്. നമുക്ക് പോകേണ്ട ട്രെയിൻ 1:10 ഗുരുവായൂർ മധുര എക്സ്പ്രസ്സിലാണ് നമ്മൾ പോകുന്നത്. ട്രെയിൻ നമ്പർ 16328. അങ്ങനെ റെയിൽവേ സ്റ്റേഷൻ്റെ ഉള്ളിലേക്ക് കിടന്നു കേട്ടോ. ഇതാ ഇവിടെ ഇങ്ങനെ 2 എൻജിനൊക്കെ നിർത്തിയിട്ടിട്ടുണ്ട് കേട്ടോ. വലിയ ആളോ തിരക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. തെങ്കാശി വരെ ഇതായിരിക്കും അവസ്ഥ കേട്ടോ. മധുരൈ വരെ പോകുന്ന എക്സ്പ്രസ് 1ാമത്തെ പ്ലാറ്റ്ഫോമിൽ അല്പസമയത്തിനുള്ളിൽ എത്തിച്ചേരുന്നതാണ്. അങ്ങനെ 1:10 എത്തേണ്ട ട്രെയിന് ഒരു 10 മിനിറ്റ് ലേറ്റായിട്ടാണ് കേട്ടോ വന്നത്. എന്തായാലും ട്രെയിനിൻ്റെ ഉള്ളിൽ കയറി. തിരക്കെന്ന് പറയുന്ന ഒരൊറ്റ സംഭവമില്ല കേട്ടോ. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള അടിപൊളി ട്രെയിൻ. നമുക്കിഷ്ടമുള്ള സ്ഥലത്ത് മാറിയും തിരിഞ്ഞൊക്കെ ഇരിക്കാം. ഞാനങ്ങനെ ഈ ഡോറ് സൈഡിൽ തന്നെ സീറ്റ് എടുത്തു. അങ്ങനെ ട്രെയിൻ മെല്ലെ പുനലൂരിൽ നിന്ന് എടുത്തു തുടങ്ങി. നല്ല മഴക്കോളുണ്ട്. ഒരു മഴ പെയ്ത് തോന്നുന്നു കേട്ടോ. ഞാൻ ശരിക്കും ബൈക്കിലാണ് കേട്ടോ പുനലൂർ വരെ വന്നത്. 20 രൂപ പാർക്കിംഗ് ഫീൽ കൊടുത്തിട്ട് അവിടെ വെച്ചിട്ടാണ് ഞാൻ തെങ്കാശിയിലേക്ക് പോകുന്നത്. കണ്ടോ, നല്ല മഴക്കോളുണ്ട്. അങ്ങനെ ഇവിടുന്ന് വണ്ടി എടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളങ്ങനെ കല്ലടയാറിൻ്റെ മുകളിൽ കൂടെയാണ് പോകുന്നത് കേട്ടോ. വെള്ളമൊക്കെ നല്ല കലങ്ങി അടിച്ച് കിടക്കുന്നുണ്ടോ. അടിപൊളിയാണ് കേട്ടോ ഈ ഒരു പാലത്തിൻ്റെ മുകളിൽ നിന്ന് ഇങ്ങനെ കാണുന്ന ഒരു വ്യൂ. ശരിക്കും ഇത് എൻ്റെ നാടും കൂടിയാണ് കേട്ടോ. ചെറുപ്പകാലത്ത് ഞാൻ ഇവിടെയാണ് ജനിച്ചു വളർന്നതൊക്കെ. ഞങ്ങൾ ഈ പാലത്തിൻ്റെ മുകളിൽ കൂടെ ഒക്കെ നടക്കുമായിരുന്നു കേട്ടോ ചെറുപ്പത്തിൽ. തെങ്കാശി വരെ ഏകദേശം 58 കിലോമീറ്റർ ഉണ്ട് കേട്ടോ. ഒരു 2-2.5 മണിക്കൂർ എന്തായാലും യാത്ര ഉണ്ടാവും. ഒരു 3:45-4 മണിയൊക്കെ ആകുമ്പോൾ നമ്മൾ തെങ്കാശിയിൽ എത്താൻ സാധ്യതയുണ്ട്. അങ്ങനെ മഴ പെയ്യാൻ ഉള്ള സാധ്യതയാണ്. ചെറുതായിട്ട് ചാറി വരുന്നുണ്ട് കേട്ടോ. നല്ല ഇരുണ്ട് തുടങ്ങി. നമ്മൾ ട്രെയിനിൻ്റെ ബാക്ക് വശത്തായതുകൊണ്ട് തന്നെ ട്രെയിൻ ഇങ്ങനെ പോകുന്ന കാണാനൊക്കെ ഭയങ്കര രസമാണ് കേട്ടോ. ഈ വളവ് തിരിയുമ്പോഴൊക്കെ ട്രെയിനിൽ എന്തായാലും ആളില്ലാത്തതുകൊണ്ട് നമുക്ക് അടിപൊളിയായിട്ട് ഇരുന്നും കിടന്നും ഒക്കെ പോകാൻ പറ്റിയ ഒരു കാലാവസ്ഥയായിരുന്നു കേട്ടോ. ഞാനങ്ങനെ ട്രെയിനിൻ്റെ ഡോറിൻ്റെ അവിടെ വന്ന് നിൽക്കുകയാണ്. മഴയാണെങ്കിൽ ഇങ്ങനെ വീണ് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. മഴ എന്തായാലും ശക്തമായിട്ട് പെയ്യാൻ തുടങ്ങി കേട്ടോ. ഞാൻ ഡോറിൻ്റെ സൈഡിൽ തന്നെ ഇങ്ങനെ നിൽക്കുകയാണ്. ട്രെയിൻ അങ്ങനെ KIP കനാലിൻ്റെ മുകൾ വശത്തൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. ശക്തമായിട്ട് മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഭയങ്കര രസമുള്ള വ്യൂ ആണ് കേട്ടോ. ഡോറൊന്നും ഇങ്ങനെ തുറന്നിടാനൊന്നും പറ്റത്തില്ല. ഞാൻ അകത്ത് കയറി ജനാല വഴി നോക്കുകയാണ്. അതും നമ്മുടെ ദേഹത്തെല്ലാം വെള്ളം വീണ് തുടങ്ങി. ഞാനങ്ങനെ ഗ്ലാസ്സൊക്കെ ഇട്ട് കേട്ടോ. ഗ്ലാസ് ഇട്ടിട്ട് ഞാൻ ഡോറിൻ്റെ സൈഡിലെത്തി. അപ്പോഴേക്കും നമ്മുടെ ഫസ്റ്റ് സ്റ്റേഷൻ എടമണ്ണെത്തി. ഇവിടെ ആൾക്കാർ കയറാനോ ഇറങ്ങാനോ ഒന്നുമില്ല. ഒരു ചെറിയ സ്റ്റേഷനാണ്. ഇവിടെ ഒരു 2-3 സെക്കൻഡോളം മാത്രമേ ട്രെയിൻ ഇടത്തുള്ളൂ. ശരിക്കും സ്റ്റോപ്പാക്കത്തില്ല. ഇങ്ങനെ മൂവ്മെൻറ്റിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. പോകുന്ന വഴി ഒരുപാട് ഹെയർ പിൻ വളവുകളും പിന്നെ 3-4 തുരങ്കങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ. ഈ ഒരു തുരങ്കത്തിലൂടെ യാത്ര ചെയ്യാൻ വേണ്ടിയിട്ടാണ് കുറേ ആൾക്കാർ ഈ വണ്ടിയിലൊക്കെ വരുന്നത്. പണ്ടൊക്കെ നമ്മുടെ ചെറുപ്പത്തിൽ നമ്മൾ ഫാമിലി ആയിട്ട് തന്നെ ഈ ഒരു ട്രെയിനിൽ കയറി തിരുനെൽവേലി തെങ്കാശി സൈഡിലേക്കൊക്കെ യാത്ര ചെയ്യുമായിരുന്നു കേട്ടോ. നിങ്ങളിപ്പോൾ കാണുന്നില്ലേ, നല്ല ശക്തമായിട്ട് മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. നല്ല അടിപൊളി വ്യൂ. തെന്മല ആര്യങ്കാവ് ചെങ്കോട്ട വഴി ഒരു പശ്ചിമഘട്ട റെയിൽപാതയാണ് കേട്ടോ ഇത്. പണ്ട് ചരക്ക് നീക്കത്തിനൊക്കെ ബ്രിട്ടീഷുകാരുണ്ടാക്കിയ ഒരു റെയിൽപാതയാണിത്. പോകുന്ന വഴി നമുക്ക് 13 കണ്ണറ പാലമൊക്കെയാണ് മെയിൻ ഹൈലൈറ്റ് ഈ ഒരു യാത്രയുടെ. എന്തായാലും ആ വഴിയൊക്കെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. മുമ്പോട്ടുള്ള കാഴ്ചയിൽ നമുക്കതെല്ലാം കാണാൻ സാധിക്കും. എന്തായാലും ട്രെയിനൊക്കെ നല്ല കഴുകി വൃത്തിയായി കേട്ടോ. നമ്മളിപ്പോൾ ഒരു പാലത്തിൽ കൂടെ കയറാൻ വേണ്ടിയിട്ട് പോവാണ്. ഈ പാലത്തിൽ നിന്ന് നോക്കുമ്പോൾ കിട്ടുന്ന ഒരു വ്യൂ ഉണ്ടല്ലോ, അങ്ങ് ദൂരെ മലനിരകളിൽ ഈ ഒരു മഴ വീഴുമ്പോൾ കിട്ടുന്ന ഒരു ഭംഗിയൊക്കെ ഒരു വല്ലാത്ത ഭംഗിയാണ് കേട്ടോ. ഇവിടെ ഇന്ന് അടിപൊളി ഫോട്ടോസിനും വീഡിയോസിനും ഒക്കെ പറ്റിയ ഒരു സ്പോട്ടാണ്. ഞാനങ്ങനെ നിന്ന് മഴ നനയാണ് കേട്ടോ. എനിക്ക് അകത്തിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഡോറിങ്ങനെ അടയ്ക്കാതിരിക്കാനും പറ്റില്ല. എന്നാൽ പിന്നെ മഴ നനയാന്ന് വിചാരിച്ചു. അങ്ങനെ ആദ്യമത്തെ തുരങ്കത്തിലൂടെ നമ്മൾ കയറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ.
തുരങ്കം ഇറങ്ങിയ പാടെ നമുക്കൊരു മല കാണാൻ പറ്റും കേട്ടോ. ഈ ഒരു മല എന്ന് പറയുന്ന റോസ്മല ഭാഗമൊക്കെയാണ്. ഈ റോസ്മലയിലേക്കുള്ള വീഡിയോസൊക്കെ ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങോട്ടേക്കുള്ള യാത്രയൊക്കെ അടിപൊളിയാണ്. ഒരു കാട്ടിലൂടെ ഒരു ഗ്രാമത്തിലേക്ക് ചെല്ലുന്ന റോസ്മലയാണ് നമ്മളിപ്പം ആ ദൂരെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു മല. അങ്ങനെ ഇതുപോലെ വലുതും ചെറുതായിട്ടുള്ള ഒരുപാട് പാലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പാലങ്ങളിലൂടെ നമുക്ക് യാത്ര ചെയ്യുമ്പോൾ താഴെ റോഡുകളിലൂടെ വണ്ടിയൊക്കെ പോകുന്ന കാണാൻ ഭയങ്കര അടിപൊളി രസമാണ് കേട്ടോ. അങ്ങനെ ട്രെയിൻ രണ്ടാമത്തെ സ്റ്റേഷനിലേക്ക് എത്തി. ഒറ്റയ്ക്കൽ എന്ന് പറയുന്ന ഒരു ചെറിയ സ്റ്റേഷനാണ്. ഇവിടെയും പ്രത്യേകിച്ച് ആളെ ഇറക്കാനോ കയറ്റാനോ ഒന്നുമില്ല. ഇവിടെയും ഒരു 2-3 സെക്കൻഡോളം വണ്ടി നിർത്തിയിട്ടതിന് ശേഷം വീണ്ടും വണ്ടി എടുത്തു. ഞാൻ എന്തായാലും കയ്യിലൊരു കോട്ട് കരുതിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതെടുത്തിട്ടിട്ട് വീണ്ടും ഡോറിൻ്റെ അടുത്തേക്ക് വന്നു. തല എന്തായാലും നനയും. വീഡിയോ എടുക്കണമെങ്കിൽ ഇതൊക്കെ സഹിച്ചേ പറ്റത്തുള്ളൂ. മഴ എന്തായാലും നല്ല ശക്തിയോടെ പെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പോകുന്ന വഴിയിൽ കുറച്ച് പേരൊക്കെ ഇന്ന് മരമൊക്കെ വെട്ടുന്ന ഒരു കാഴ്ചയൊക്കെ കണ്ടു കേട്ടോ. ഈ ഒരു പെരുമഴയത്ത് നിന്നിട്ട് പണിയെടുക്കുന്ന ആൾക്കാരാണ്. നമ്മളങ്ങനെ ഈ കോടമഞ്ഞും മഴയൊക്കെ കണ്ട് ആസ്വദിച്ച് ഈ ഒരു ട്രെയിനിൻ്റെ ഡോറിൽ നിന്ന് പോവുകയാണ് കേട്ടോ. ദൂരെ നമുക്ക് ചെറിയ ഗ്രാമങ്ങളൊക്കെ കാണാൻ പറ്റും. എന്തായാലും കിടിലൻ ഒരു യാത്രയാണ്. നിങ്ങൾക്കിത് യാത്ര ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഒരു 1.5 മണിക്കാണ് ഇവിടുന്ന് ട്രെയിൻ എടുക്കുന്നത്. 1:10 ഇവിടുന്ന് ട്രെയിൻ എടുക്കുന്നത്. ആ സമയത്ത് എന്തായാലും എത്തിച്ചേരാൻ നോക്കുക. നമ്മുടെ രണ്ടാമത്തെ ടണലിലേക്ക് വണ്ടി കയറി. ശരിക്കും എൻ്റെ തലയൊക്കെ നല്ലതായിട്ട് നനഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എന്നാലും നമുക്ക് ഈ ഒരു വ്യൂവും ഈ ഒരു കാഴ്ചയും ഈ ഒരു യാത്രയ്ക്ക് കിട്ടുന്ന ഒരു ഫീലുണ്ടല്ലോ, ഒരു പ്രത്യേകതരം ഫീലാണ്. നമ്മളങ്ങനെ തെന്മല എന്ന് പറയുന്ന സ്റ്റേഷനിലെത്തി. ഇവിടെയും കാര്യമായിട്ട് ആളൊന്നും ഇറങ്ങാനൊന്നുമില്ല. പുനലൂരിൽ നിന്നുള്ള 3ാമത്തെ സ്റ്റേഷനാണ് തെന്മല സ്റ്റേഷൻ കേട്ടോ. നമ്മുടെ ആകെ മൊത്തം 6 സ്റ്റേഷനുകളാണ് തെങ്കാശി വരെ ഉള്ളത്. അങ്ങനെ നമ്മൾ 3ാമത്തെ ടണലിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇത് കുറച്ച് ലോങ് ആയിട്ടുള്ളൊരു ടണലാണ്. ഈ ടണലിൽ ഒരു പ്രത്യേകത ഞാൻ കണ്ടത്, ലൈറ്റൊക്കെ വച്ചിട്ടുണ്ട് കേട്ടോ. കുറച്ച് ദൂരം കൂടിയ ടണലായതുകൊണ്ട് തന്നെ ഇങ്ങേക്കരയിൽ അങ്ങേക്കര നമുക്ക് കാണാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് തന്നെ പല ഭാഗത്തായിട്ട് ഇതുപോലെ ലൈറ്റുകൾ ഘടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. താഴേക്കൂടെ പോകുന്ന ആ റോഡ് കണ്ടില്ലേ, ഇതാണ് പുനലൂർ തെങ്കാശി ദേശീയപാത. നമ്മൾ പണ്ട് ബൈക്കിലും ബസ്സിലും ഒക്കെ പോകുന്നത് ഈ ഒരു വഴിയാണ് കേട്ടോ. അങ്ങനെ ഈ ഒരു തുരങ്കം കയറി ഒരു പാലത്തിലേക്കാണ്. ആ പാലവും കൂടെ കയറി കഴിയുമ്പോൾ നമുക്ക് അടുത്തൊരു ടണലിലേക്ക് കയറാൻ പറ്റും. ഇതൊരു ചെറിയ ടണലാണ് കേട്ടോ. ഈ സമയം നമ്മുടെ ട്രെയിനിൽ ചായ കൊണ്ടുവന്നു കേട്ടോ. താല്പര്യമില്ലാഞ്ഞിട്ടും ഈ ഒരു മഴയത്ത് ഈ ഒരു ട്രെയിൻ വൈബ്, ഒരു ചായ കുടിക്കാനുള്ള ഒരു ആശ എനിക്കും തോന്നി. അങ്ങനെ ഞാനും ഒരു ചായക്ക് വേണ്ടിയിട്ട് പറഞ്ഞു. ഈ ട്രെയിനിലെ തിരക്ക് കണ്ടില്ലേ, ആകെ 7-8 പേരേ ഉള്ളൂ കേട്ടോ ഈ ഒരു കമ്പാർട്ട്മെൻറ്റിൽ. ചായ കുടിക്കുന്ന സമയത്ത് ഒരു ടണലും കൂടെ കഴിഞ്ഞു പോയി കേട്ടോ. ഇനി നമ്മൾ പോകുന്നത് 13 കണ്ണറ പാലത്തിലേക്കാണ്. 13 കണ്ണറ പാലാണ് നമ്മുടെ ഈ ഒരു യാത്രയിലെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത്. ചായയുടെ പുറകെ പോയി എനിക്കിത് മിസ്സായി പോയേനെ കേട്ടോ. ഇത് കണ്ടില്ലേ, ഇതാണ് മെയിൻ അട്രാക്ഷൻ. ഈ ഒരു തമിഴ്നാട്ടിലേക്ക് വരുന്ന റൂട്ടിലുള്ള ഏറ്റവും വലിയ പാലമാണ് 13 കണ്ണറ പാലം. താഴേക്കൂടെ നമ്മൾ വണ്ടിയിലൊക്കെ വരുമ്പോൾ ഒരുപാട് പേര് ഈ ഒരു പാലത്തിൻ്റെ ഉള്ളിലേക്ക് വണ്ടി സ്റ്റോപ്പ് ചെയ്തിട്ട് ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര തിരക്കാണ്. നമ്മൾ ഇതിൻ്റെ മുകളിലൂടെ ട്രെയിൻ പോകുന്നത് പുറത്ത് നിന്ന് കാണാൻ വേണ്ടിയിട്ടും ഭയങ്കര വ്യൂ ആണ് കേട്ടോ. അടിപൊളി ഒരു സ്പോട്ടാണ് ഈ ഒരു 13 കണ്ണറ പാലം എന്ന് പറയുന്നത്. മഴ ചെറുതായിട്ട് തോന്നു തുടങ്ങി കേട്ടോ.
അങ്ങനെ നമ്മൾ ഇടപ്പാളയം എന്ന് പറയുന്ന തമിഴ്നാടിൻ്റെ അതിർത്തി പ്രദേശം പങ്കിടുന്ന ഒരു റെയിൽവേ സ്റ്റേഷനിലെത്തി. ഇവിടെ റെയിൽവേ സ്റ്റേഷൻ്റെ പണി അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നതൊക്കെ ഉള്ളൂ. ഒരാൾ പോലും ഇവിടെ ഇറങ്ങാനോ കയറാനോ ഒന്നുമില്ല. പേരിനൊരു റെയിൽവേ സ്റ്റേഷൻ എന്നതിലുപരി പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലാത്തൊരു സ്റ്റേഷനാണ് കേട്ടോ. ശരിക്കും ഇവിടുത്തെ പ്ലാറ്റ്ഫോമിൻ്റെ പണികളൊക്കെ തീർന്നിട്ട് പോലും ഇല്ല കേട്ടോ. അങ്ങനെ എവിടുന്നും നമ്മൾ വണ്ടി മുമ്പോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആര്യങ്കാവിലേക്ക് പോകുന്ന ഉള്ള വഴിയാണ് കേട്ടത്. നമ്മൾ ബസ്സിലൊക്കെ പോകില്ലേ, ആ വഴിയാണിത്. ഇവിടെ നിന്ന് കിട്ടുന്നൊരു വ്യൂ ഉണ്ടല്ലോ, അടിപൊളി കേട്ടോ, സൂപ്പർ വ്യൂ. മുകളിൽ റോഡൊക്കെ അടിഞ്ഞ് ഇങ്ങനെ നിൽക്കുന്നുണ്ടോ, നൈസ് സാധനം. ഇവിടെ ഇൻ്റർചേഞ്ച് ആണ് കേട്ടോ. ഈ പാളത്തിലിട്ട് നമ്മൾ ചേഞ്ച് ചെയ്ത് മാറുകയാണ് കേട്ടോ. അങ്ങനെ ട്രെയിൻ ന്യൂ ആര്യങ്കാവ് എന്ന് പറയുന്ന സ്റ്റേഷനിലെത്തി. ഞാൻ പറഞ്ഞ പോലെ പുനലൂരിൽ നിന്ന് തെങ്കാശി വരെ ഈ പ്ലാറ്റ്ഫോമുകളൊക്കെ ഇതായിരിക്കും അവസ്ഥ. പ്രത്യേകിച്ച് ആളും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. കൂടുതലും ഈ വഴി യാത്ര ചെയ്യുന്നവർ ബസ്സിലായിരിക്കും കൂടുതലും പോകുന്നത് കേട്ടോ, തമിഴ്നാട്ടിലേക്കൊക്കെ. പിന്നെ ഗുരുവായൂരിൽ നിന്ന് മധുര വരെയൊക്കെ യാത്ര ചെയ്യുന്നവരായിരിക്കും കൂടുതലും പേരും ഇതിനകത്തുള്ളത്. തെങ്കാശിക്കൊക്കെ ഇറങ്ങാൻ വേണ്ടിയിട്ടും ആളുണ്ടാവും. അല്ലാണ്ട് ഈ കാണുന്ന ഇടയ്ക്കുള്ള സ്ഥലങ്ങളിലൊന്നും ഇറങ്ങാൻ പോലും ഒരു മനുഷ്യനുണ്ടാവില്ല. ഇവിടുത്തെയൊക്കെ പ്ലാറ്റ്ഫോമിൻ്റെ അവസ്ഥ കണ്ടില്ലേ, മേൽക്കൂര പോലും ഇതുവരെ പണി നടന്നിട്ടില്ല. ശരിക്കും നമ്മുടെ തമിഴ്നാട് എത്തിക്കഴിയുമ്പോൾ ഈ വണ്ടിയിൽ ആൾ കയറും കേട്ടോ, മധുരയ്ക്ക് പോകാൻ വേണ്ടിയിട്ട്. ചെങ്കോട്ട പിന്നെ തെങ്കാശി ഒക്കെ ആകുമ്പോഴത്തേക്ക് വണ്ടി നിറയാൻ സാധ്യതയുണ്ട്. ഞാൻ കഴിഞ്ഞ വർഷം യാത്ര ചെയ്തപ്പോൾ തെങ്കാശിയിൽ എനിക്ക് ഇറങ്ങാൻ പോലും സമയം കിട്ടില്ല. അത്രയ്ക്ക് തിരക്കായിരുന്നു, ഇടിച്ചിടിച്ച് കയറുമായിരുന്നു. അപ്പോൾ ഈ ഒരു ഭാഗത്തുനിന്ന് തമിഴ്നാട്ടിലേക്ക് പോകാൻ കുറച്ച് ആളേ ഉള്ളൂ. പക്ഷേ തമിഴ്നാട് അതിർത്തി എത്തിക്കഴിഞ്ഞാൽ, ചെങ്കോട്ട എത്തിക്കഴിഞ്ഞാൽ നൈസായിട്ട് തിരക്കായിരിക്കും. നമുക്കെന്തായാലും തെങ്കാശിയിലാണ് ഇറങ്ങേണ്ടത് കേട്ടോ. അങ്ങനെ നമ്മൾ ആര്യങ്കാവ് എത്തി കേട്ടോ. ഇവിടെ കുറച്ച് പേരൊക്കെ കയറാൻ വേണ്ടിയിട്ട് നിൽപ്പുണ്ടേ. ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ നിന്ന് ഇനി തമിഴ്നാട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് അത്യാവശ്യം ആളൊക്കെ ഉണ്ടാവും. ആര്യങ്കാവ് പിന്നെ റെയിൽവേ സ്റ്റേഷൻ എത്തിയിട്ടുണ്ട്. ഇവിടെ അത്യാവശ്യം ആളും പേരും ഒക്കെ ഉണ്ട്. നമ്മുടെ ഈ യാത്രയിൽ ഉള്ളതിൽ വെച്ചിട്ടുള്ള 5ാമത്തെ ഏറ്റവും വലിയ തുരങ്കപാതയാണ് കേട്ടോ ഇത്. ഇതാണ് ആര്യങ്കാവ് തുരങ്കപാത. ഈ ഒരു തുരങ്കം കഴിഞ്ഞിറങ്ങുന്നത് തമിഴ്നാട്ടിലേക്കാണ് കേട്ടോ. ഇനി അങ്ങോട്ട് തമിഴ്നാടിൻ്റെ പ്രദേശങ്ങളായിരിക്കും നമ്മൾ യാത്ര ചെയ്യാൻ പോകുന്നത്. ഉള്ളതിൽ വെച്ചിട്ടുള്ള ഏറ്റവും വലിയ തുരങ്കമാണ് ഈ ഒരു റൂട്ടിലെ ആര്യങ്കാവ് തുരങ്കം.
തെങ്കാശിയിലെ റൂട്ടിൽ ഏറ്റവും വലിയ തുരങ്കമാണ് ഈ ഒരു ആര്യങ്കാവ് തുരങ്കം കേട്ടോ. 1903 ഈ ഒരു തുരങ്കം നിർമ്മിച്ചത് കേട്ടോ. വെള്ളത്തിൽ വെച്ചിട്ട് ഏറ്റവും വലിയ തുരങ്കമാണിത് കേട്ടോ ഈ ഒരു പാതയിൽ. ഇവിടുത്തെ അത്യാവശ്യം മഴയൊക്കെ ചാറി തുടങ്ങിയേ. ഇനി തമിഴ്നാടാണ് കേട്ടോ. ഇവിടെ ഇന്നാലും നമുക്ക് തമിഴ്നാട് അതിർത്തിയെല്ലാം കാണാൻ പറ്റും. ഇനി അങ്ങോട്ടേക്ക് ഫുള്ള് എന്താ പറയുക, തമിഴ്. അപ്പോൾ തമിഴ്നാട്ടിലേക്ക് നമ്മൾ എൻ്ററായി. നല്ല കോടയൊക്കെ ദൂരെ കാണുന്നുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു നല്ല മഴയുണ്ടെന്ന് തോന്നുന്നു. നല്ല കോടയാണ് അങ്ങ് ദൂരെ കാണുന്നത്, കണ്ടില്ലേ? ഇവിടെ മഴ ചാറി തുടങ്ങി. ആ കാണുന്നതൊക്കെ തമിഴ്നാടാണ്. ഇപ്പോൾ തമിഴ്നാട് എത്തി കേട്ടോ. ഇതവിടെ കുറേ ആടിനെ മേയ്ക്കുന്ന ആൾക്കാരെ കണ്ടില്ലേ? ഇവിടെയും നല്ല മഴയുണ്ട് കേട്ടോ. നമ്മളങ്ങനെ ഭഗവതിപുരം കേട്ടോ, തമിഴ്നാട്ടിലെ ആദ്യമത്തെ സ്റ്റേഷനാണ് ഭഗവതിപുരം. ഇവിടെ ഒരു ട്രെയിൻ ഇങ്ങനെ വന്ന് കിടപ്പുണ്ട്. ഭഗവതിപുരം എന്ന് പറഞ്ഞാൽ തമിഴ്നാട്ടിൽ കയറുമ്പോൾ ഉള്ള ആദ്യമത്തെ റെയിൽവേ സ്റ്റേഷനാണിത്. ഈ ട്രെയിന് കേരളത്തിലോട്ട് പോകാനുള്ള ട്രെയിനാണ്. സൈഡിലാണ് കേട്ടോ. എന്താ വ്യൂ നോക്കണേ, 4 സൈഡിലും ഇതാ കിട്ടില്ലൻ മല. അടിപൊളി സംഭവം കേട്ടോ. നല്ല കിട്ടില്ലൻ കാറ്റും മഴയും. താടാ കോടമഞ്ഞൊക്കെ കണ്ടില്ലേ? കിട്ടില്ലൻ വ്യൂ. തിരക്കില്ലാത്ത സ്റ്റേഷൻ കേട്ടോ. എന്താ രസം, എന്താ നൈസ്. ഇവിടെ പിന്നെ ഫുള്ള് തെങ്ങും പാടങ്ങളും ഒക്കെയാണേ. നമ്മുടെ നാട്ടിൽ ഒരുപാട് കാണാത്ത സംഭവമാണ് ഇവിടെ തെങ്ങിൻ്റെ ഏറും കളി കേട്ടോ ഇവിടെ. അങ്ങനെ ഇവിടെയും ട്രെയിൻ വിസിലടിച്ച് ഇവിടെയും ഒരു 5 മിനിറ്റ് പോലും ഇട്ടിട്ടില്ല കേട്ടോ. അത്രയ്ക്ക് ആളൊന്നുമില്ല, അതുകൊണ്ടാണ്. അങ്ങനെ ഇവിടുന്ന് എടുത്തു കേട്ടോ ട്രെയിൻ. അങ്ങോട്ടേക്ക് നോക്കാൻ ഭയങ്കര വ്യൂ ആണ് ഗൈസ് കേട്ടോ. അവിടെ മലയുടെ മുകളിൽ കോടയും പിന്നെ കാറ്റും. ചെറിയൊരു റെയിൽവേ സ്റ്റേഷനാണ്. കുറേ ഭായിമാരെയൊക്കെ കാണാം ഇവിടെ. തെങ്കാശിയുടെ ബ്യൂട്ടി എന്ന് പറയുന്നത് കണ്ണെത്താ ദൂരത്ത് കിടക്കുന്ന ഇങ്ങനത്തെ പാടങ്ങളും തെങ്ങും തോപ്പുകളും ഒക്കെയാണ് കേട്ടോ. കുറേ പോത്തുംകുട്ടികൾ അവിടെ നിന്നിട്ട് മേയുന്നുണ്ട്. നല്ല രസമാണ് ഇതുവഴി യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട്. ഫുള്ള് ഒരു മാവിൻ്റെ തോട്ടവും തെങ്ങും തോപ്പുകളും ഒക്കെയാണ്. നമ്മുടെ പുനലൂർ അടൂർ ഭാഗത്തേക്കൊക്കെ ഒരുപാട് മാങ്ങകളൊക്കെ ഇവിടുന്ന് വരുന്നുണ്ട് കേട്ടോ. നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള ഒരുപാട് ആൾക്കാരുടെ പിന്നെ മാവും തോട്ടങ്ങളും ഒക്കെ ഈ ഒരു പ്രദേശത്തൊക്കെ ഉണ്ട്. ഭയങ്കര രസമാണ് കേട്ടോ. നമ്മൾ കാറിൽ നമ്മൾ പോയാലും തെങ്കാശി ഭാഗമൊക്കെ ചുറ്റി അടിച്ച് കാണാൻ വേണ്ടിയിട്ട് ഭയങ്കര രസമുള്ള കാഴ്ചകളായിരിക്കും കേട്ടോ. ദൂരെ നിങ്ങൾക്ക് എത്രത്തോളം കാണാൻ പറ്റുമെന്ന് എനിക്കറിയുന്നില്ല. ഗോപ്രോ ആയത് കണ്ട് കാരണം സൂം ചെയ്യാൻ പറ്റുന്നില്ല. ദൂരെ കാറ്റാടി യന്ത്രങ്ങൾ പ്രവർത്തിക്കുന്നത് കാണാൻ പറ്റും. ഈ ഒരു റൂട്ടിൽ പിന്നൊരു അട്രാക്ഷനാണ് കാറ്റാടി പാടങ്ങൾ കേട്ടോ. ഒരുപാട് കാറ്റാടി പാടങ്ങളുടെ ഒരുപാട് നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ നമ്മൾ ചെങ്കോട്ട എന്ന് പറയുന്ന സ്ഥലത്തെത്തി കേട്ടോ. ചെങ്കോട്ട കഴിഞ്ഞിട്ടാണ് നമുക്ക് തെങ്കാശിയിലേക്ക് പോകേണ്ടത്. അങ്ങനെ നമ്മൾ ചെങ്കോട്ടയും കഴിഞ്ഞ് നമുക്കിറങ്ങേണ്ട തെങ്കാശി എന്ന് പറയുന്ന ആ ഒരു സ്റ്റേഷനിലെത്തി. ഇവിടെയാണ് നമുക്ക് ഇറങ്ങേണ്ടത്. ഇവിടെ നിന്ന് ഒരുപാട് ആളുകൾ ഈ ഒരു ട്രെയിനിലേക്ക് കുത്തി നിറച്ച് കയറും കേട്ടോ. ശരിക്കും ഇവിടുന്ന് ഇറങ്ങാനുള്ള അവസരം പോലും അവർ തരില്ല കേട്ടോ. അത്രയ്ക്ക് ആളുകൾ ഇങ്ങോട്ടേക്ക് ഇടിച്ച് തള്ളി അകത്തേക്ക് കയറാൻ വേണ്ടിയിട്ട് നിന്നിട്ട് കളിക്കും കേട്ടോ.
നമ്മളങ്ങനെ ചാടി ഇറങ്ങാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ്. മെയിൻ സ്റ്റേഷനാണ്. നമ്മളങ്ങനെ പുറത്തിറങ്ങി കേട്ടോ. ഭയങ്കര തെള്ളായിരുന്നു. നമ്മളെ ഇവിടെ റഹ്മത്ത് ഹോട്ടൽ എന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ ഹോട്ടലുണ്ട് കേട്ടോ. ബോർഡർ ചിക്കനൊക്കെ വിൽക്കുന്ന സ്ഥലമാണ്. ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു ഹോട്ടലാണ്. അവിടെ ഒരുപാട് മറ്റേ വ്ളോഗേഴ്സൊക്കെ വന്നിട്ട് ഒരുപാട് ഫുഡ് വ്ളോഗൊക്കെ ചെയ്ത ഒരു കിടിലൻ ഒരു ഹോട്ടലാണ് കേട്ടോ. അപ്പോൾ അവിടെ പോയിട്ട് നമ്മൾ ബോർഡർ ചിക്കൻ കഴിക്കാനുള്ള ഒരു പ്ലാനിങ്ങിലാണ്. അപ്പോൾ ഇവിടുന്ന് നമ്മൾ ഓട്ടോറിക്ഷയിലൊക്കെ ചോദിക്കുമ്പോൾ 250-350 രൂപയൊക്കെ ചോദിക്കുന്നത്. നമ്മളൊരു ഹോട്ടലിനോട് നമ്മളൊരു വണ്ടിക്കാരനോട് ചോദിച്ചു കേട്ടോ. അപ്പം വണ്ടിക്കാരൻ പറഞ്ഞത് ഞാൻ ലാസ്റ്റ് 200 രൂപ പറഞ്ഞു ഇവിടുന്ന് പോകാൻ. അപ്പോൾ പുള്ളി ഇപ്പം എന്നെ കൈ കാണിച്ച് വിളിച്ചിട്ടുണ്ട്. അവർ 350-400 പറഞ്ഞത്. ഞാൻ പറയാൻ നടക്കത്തില്ല, 200 ആണെങ്കിൽ തരാമെന്ന് പറഞ്ഞു. അപ്പോൾ എന്നെ ഇപ്പോൾ കൈ കാട്ടി വിളിച്ചു കേട്ടോ. ഇവിടെ നിൽക്കാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് നോക്കാം എന്താണെന്ന്. ഇതാണ് തെങ്കാശി ജംഗ്ഷൻ കേട്ടോ. ഓ 200. ആ അങ്ങനെ നമ്മൾ 200 രൂപയ്ക്ക് ബാർഗൈൻ ചെയ്ത് വണ്ടി കയറുകയാണ് കേട്ടോ. ശരിക്കും 200 കൊടുക്കേണ്ട ആവശ്യമില്ല. പക്ഷേ നമുക്ക് അവിടം വരെ ഒരു 7-8 കിലോമീറ്റർ ഉണ്ട്. അവിടം വരെ പോകണ്ടേ. എപ്പോഴും ബസ് ഇവിടുന്ന് കിട്ടുമെന്നൊന്നും അറിയില്ല. അങ്ങനെ അണ്ണൻ്റെ കൂടെ നമ്മൾ ഓട്ടോയിൽ കയറി. ഓട്ടോയിൽ ഇങ്ങനെ തെങ്കാശിയും കഴിഞ്ഞ് ചെങ്കോട്ടയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. റഹ്മത്ത് ഹോട്ടൽ ലക്ഷ്യം വെച്ചിട്ട് ഒരുപാട് ഫുഡ് വ്ളോഗേഴ്സൊക്കെ വന്ന് വ്ളോഗ് ചെയ്ത ഒരു സ്ഥലമാണ് ഈ ഒരു റഹ്മത്ത് ഹോട്ടൽ. ഫുഡിന് ഒരുപാട് പേര് കേട്ടൊരു കടയും കൂടിയാണ്. അവിടുന്ന് ബോർഡർ ചിക്കൻ എന്ന് പറയുന്ന ഒരു സാധനം ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല. ഒരു സ്പെഷ്യൽ കൂട്ടൊക്കെ കൂട്ടി കുരുമുളകൊക്കെ ഇട്ട് തരുന്ന ഒരു സംഭവമാണ്. അപ്പോൾ അതൊന്നും കഴിച്ചിട്ട് വേണം ഇവിടുന്ന് നേരെ പുനലൂരിലേക്ക് തിരിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ ഈ ഒരു ഓട്ടോറിക്ഷ റഹ്മത്ത് ഹോട്ടലിൻ്റെ ഫ്രണ്ടിലെത്തി. ഇവിടെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇനിയും കയറുവാണ് കേട്ടോ. ആളുകളൊക്കെ ഇങ്ങനെ വന്ന് തുടങ്ങിക്കൊണ്ടിരിക്കുന്നുള്ളൂ. സമയം 4:30 ആയിട്ടേ ഉള്ളൂ. അങ്ങനെ നമുക്ക് ഇലയിട്ടു. ഇവിടുത്തെ സ്പെഷ്യൽ പൊറോട്ടയാണിത്. ഒരുപാട് വലിപ്പമില്ല, ചെറിയ പൊറോട്ട. പിന്നെ ഇവിടുത്തെ ഒരു ഗ്രേവി ഉണ്ട് കേട്ടോ. 1.5 ഗ്രേവിയാണ്. ഭയങ്കര ടേസ്റ്റാണ്. അങ്ങനെ നമ്മൾ കാത്തിരുന്ന ബോർഡർ ചിക്കൻ. ഇത് നാടൻ കോഴിയിൽ ഉണ്ടാക്കുന്ന ബോർഡർ ചിക്കനാണ് കേട്ടോ. കുരുമുളകിൻ്റെ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് പറ്റിയ സാധനം. അങ്ങനെ നല്ലൊരു പിടുത്തം അവിടെ നിന്ന് പിടിച്ചിട്ട് നമ്മളിനി നേരെ പുനലൂരിലേക്ക് പോവാണ്. ഇതാണ് ഇവിടെ നിന്നിട്ടാണ് നമുക്ക് ബസ് വരേണ്ടത്. നമ്മുടെ KSRTC ബസ് എപ്പോഴും ഉണ്ട്. അവസാനം നമ്മുടെ KSRTC ആനക്കൊമ്പൻ എത്തിയിരിക്കുകയാണ്. 83 രൂപ ടിക്കറ്റാണ് കേട്ടോ. ചെങ്കോട്ട മുതൽ പുനലൂർ വരെ ഡബിൾ ടിക്കറ്റ്. ട്രെയിനിൽ 40 രൂപയുള്ളൂ. അങ്ങനെ നമ്മൾ ഇവിടുന്ന് ഈ ഒരു എക്സ്പീരിയൻസ് ഒക്കെ കഴിഞ്ഞ് നേരെ പുനലൂരിലേക്ക് പോവാണ്. അവിടുന്ന് ബൈക്ക് എടുത്ത് വീട്ടിൽ പോകണം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം.